Good morning. Good morning, ma'am. Morning, ma'am. So നമ്മൾ കോമൺ റൂട്ട് വേർഡ് മെഡിക്കൽ ടെർമിനോളജിയിലെ റൂട്ട് വേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റൂട്ട് വേർഡ്സ്. ഐ തിങ്ക് പേജ് നമ്പർ 8. കോമൺ റൂട്ട് വേർഡ്സ്. ഓക്കെ, അപ്പൊ എന്താ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് എന്തായിരുന്നു റൂട്ട് വേർഡ്? ഒരു വേർഡിന്റെ മധ്യഭാഗത്ത് പറയുന്ന റൂട്ട് വേർഡ്. മുഖ്യമായിട്ടുള്ള ഭാഗം അല്ലെ, മുഖ്യ ഭാഗം, അതിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. സോ നോക്കിക്കോളൂ, ഫസ്റ്റ് റൂട്ട് വേർഡ് എന്താണ്? ഫസ്റ്റ് റൂട്ട് വേർഡ് എന്താ? അക്വ. മീനിങ് എന്താ അതിന്റെ പറഞ്ഞിരിക്കുന്നത്? ഹിയർ എന്നാണ് മീനിങ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കേൾക്കുക, കേൾവി, ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ് അക്വ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആയിരിക്കും മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ അക്യോമീറ്റർ എന്തായിരിക്കും? അപ്പോ അക്യോമീറ്റർ എന്തായിരിക്കാം? കേൾവി നോക്കുന്ന ഭാഗം. അതെ അതെ, കേൾവിയുടെ ഇന്റൻസിറ്റി. എന്താണ് സ്ക്രീൻ ക്ലിയർ അല്ലാന്നോ? ഒന്ന് സൂം ചെയ്യാമോ റിജു? ഒന്ന് ഇപ്പോഴോ? സഫിക്സ് അല്ല റിജു, റൂട്ട് വേർഡ്. ഓക്കെ ഓക്കെ. സോ എന്താണ് അക്വ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് എന്താ? ഹിയറിംഗ് അല്ലെ? ഹിയർ എന്നാണ് മീനിങ്. അപ്പൊ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് ആ റൂട്ട് വേർഡ് എന്താണ് ഓർത്തെടുക്കാനായിട്ട് കഴിയും. സോ അക്യോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവിയുടെ ഇന്റൻസിറ്റി, തീവ്രത അളക്കുന്നതിനുള്ള, മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അക്യോമീറ്റർ. സോ ഹിയർ എന്ന് പറയുന്ന ടൈമിലെല്ലാം അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസോ രോഗത്തെ കുറിച്ചൊക്കെ പറയുന്ന ടൈമിലെല്ലാം മെഡിക്കൽ ഫീൽഡിലുള്ള സ്റ്റാഫുകൾ അവർ ഏത് വേർഡാ യൂസ് ചെയ്യുന്നത്? അക്യോ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? The next one ആണ് ഫാറ്റ്. ഏത് റൂട്ട് വേർഡ് ആണ്? ഫാറ്റ്. അഡിപ്പ്, ADIP, അഡിപ്പ് എന്ന് പറയുന്ന ഒരു എന്താണ് റൂട്ട് വേർഡ് ആണ് എന്ത് ഫാറ്റിനെ കുറിച്ച് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അഡിപ്പോസിറ്റി എന്തായിരിക്കും? അഡിപ്പോസിറ്റി എന്തായിരിക്കാം? അമിതമായിട്ട് വണ്ണം വെക്കില്ലേ? ഫാറ്റ് കൂടിയിട്ട് അമിതമായിട്ട് വണ്ണം വെക്കുന്ന ആ ഒരു ഹെൽത്ത് കണ്ടീഷനെയാണ് അഡിപ്പോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ആൻഡ് തേർഡ് വൺ വൈറ്റ്. ആൽബ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ്. ഓക്കെ, വൈറ്റ്. ആൽബിനിസം എന്തായിരിക്കാം? വൈറ്റ് മീൻസ് എന്താ? വിളറിയ ആ ഒരു കോൺസെപ്റ്റിലാണ് എന്താ ആൽബ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൽബിനിസം എന്തായിരിക്കാം? നമ്മൾ പറയാറില്ലേ നമ്മുടെ കണ്ണൊക്കെ എന്താണ് മുഖം വിളറി എന്ന് പറയാറില്ലേ? ആ ഒരു അവസ്ഥയാണ് ആൽബിനിസം എന്ന് പറയുന്നത്. ഓക്കെ, ആൽബ് വൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിളറിയിരിക്കുന്ന അത്തരം സിറ്റുവേഷൻസിലാണ് ആൽബ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ പെയിൻ. ഏതാണ് പെയിനിന് യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ്? ഏതാ? ആൽജസ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് മെയിൻ എന്താണ് പെയിനിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ആൽജസിമീറ്റർ എന്തായിരിക്കാം? ആൽജസിമീറ്റർ എന്തായിരിക്കാം? ആൽജസിമീറ്റർ പെയിൻ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ഡിവൈസ് ആണ് ആൽജസിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെയിൽ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറയുന്ന ടൈമിൽ ANDR എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ആൻഡ്രോളജി എന്താണ്? ആൻഡ്രോളജി എന്തായിരിക്കാം? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെയാണ്, ആ ഒരു മെഡിക്കൽ സയൻസ് ആണ്, മെഡിക്കൽ ബ്രാഞ്ച് ആണ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അയോട്ട.
എന്താ അയോട്ട എന്താ? AORTA. ലാർജ് ആർട്ടറി ഇല്ലേ, ലാർജ് ആർട്ടറി നമ്മുടെ ഓക്കെ ധമനി, മഹാധമനി അല്ലെ, ലാർജ് ആർട്ടറി മഹാധമനി. നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് എന്താണ് വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് വരുന്ന മഹാധമനിയാണ്, ലാർജ് ആർട്ടിക്കിൾസിനെയാണ് അയോട്ട എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അയോട്ടൈറ്റിസ് എന്തായിരിക്കാം? അയോട്ടൈറ്റിസ് അയോട്ടൈറ്റിസ് ഐറ്റിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഐറ്റിസ്? ഇൻഫ്ലമേഷൻ. അപ്പൊ അയോട്ടൈറ്റിസ് എന്തായിരിക്കാം? ധമനിയുടെ വീക്കം. ലാർജ് ആർട്ടറിക്ക് ഉണ്ടാകുന്ന വീക്കത്തെയാണ്, ഇൻഫ്ലമേഷനെയാണ് അയോട്ടൈറ്റിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വേർഡ് ആണ് വാട്ടർ. ഓക്കെ, വാട്ടർ എന്ന് പറയുന്ന ടൈമിൽ മെഡിക്കൽ ടേംസിൽ ഏത് വേർഡാ യൂസ് ചെയ്യുന്നത് അവര് റൂട്ട് വേർഡ് ആയിട്ട്? അക്വ അല്ലെ, അക്വ. ഓക്കെ, അത് കുറച്ചുകൂടി ഫെമിലിയർ അല്ലേ? ദെൻ 8th വൺ നോക്കിക്കോളൂ. എന്താണ്? ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ, അതല്ല ഓക്സിജന്റെ അഭാവത്തിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകില്ലേ, അത്തരമൊരു ഹെൽത്ത് കണ്ടീഷനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്ന റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നത്. അസ്ഫിക്സിയ. ഓക്കെ, അപ്പൊ നിയോനേറ്റൽ അസ്ഫിക്സിയ എന്തായിരിക്കാം? നിയോനേറ്റൽ അസ്ഫിക്സിയ ബേബീസിന്റെ ജനിക്കുന്ന സമയത്ത് എന്താണ്, ആ ബേബീസിന് ബ്രീത്ത് കിട്ടാത്ത അവസ്ഥയാണ്, ആ കണ്ടീഷനെ കാണിക്കുന്നതിനാണ് നിയോനേറ്റൽ അസ്ഫിക്സിയ എന്ന് പറയുന്നത്. ദെൻ വീക്ക്, നമുക്കൊരു എനർജി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസിൽ ആസ്തൻ എന്ന് പറയുന്ന ഓക്കെ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എസ്തനിയ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ ലാക്ക് ഓഫ് എനർജി, എനർജി ഇല്ലായ്മയാണ് എസ്തനിയ എന്ന് പറയുന്നത്. ദെൻ ടു ഹിയർ, കേൾക്കുക. ടു ഹിയർ എന്താണ് റൂട്ട് വേർഡ്? എന്താ? ഓഡി. എക്സാമ്പിൾ പറയൂ. ഓഡിയോളജി. ഓഡിയോളജി. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ എന്തായിരുന്നു? അക്വ. ഫസ്റ്റ് വൺ നോട്ട് ചെയ്തോളൂ. ആൻഡ് 5th വൺ ആൻഡ്, ANDR. അതിന്റെ എക്സാമ്പിൾ എന്താ മാം പറഞ്ഞത്? ഏതാടാ? 5ാമത്തെ ഇപ്പൊ പറഞ്ഞത്. ആൻഡ്രോളജി. ആൻഡ്രോ എന്ന് പറഞ്ഞ എന്താണ്? മെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ആൻഡ്രോ എന്ന് പറയുന്ന 5th ആണോ? ഓക്കെ പറയാം. ആൻഡ് എന്താണ്? മെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ആൻഡ്രോ എന്ന് പറയുന്നത്. സോ ആൻഡ്രോളജി എന്തായിരിക്കാം? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷൻസിനെയാണ്, ആ ഒരു ബ്രാഞ്ച് ആണ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഫസ്റ്റ് വൺ ആൻഡ് 5th വൺ 7 അക്വ ആൻഡ് ദ ലാസ്റ്റ് വൺ 10 OD. അപ്പൊ 10ഉം ഒരേപോലെ തന്നെയാണോ? രണ്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പിന്നെ ഏതായിരുന്നു? ആൻഡ്, അക്വ, OD. ഈ 4 നോട്ട് ചെയ്തോ. ഇനി നമ്മൾ നെക്സ്റ്റ് പേജ് ഓൺവേർഡ്സ് എന്നാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് 11ാമത്തെ നോക്കിക്കോളൂ. എന്താണ്? വിൻ പൈപ്പ്. നമ്മൾ ഒരു പ്രാവശ്യം ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വിൻ പൈപ്പിന് മറ്റൊരു പേര് നമ്മൾ പഠിച്ചെന്തായിരുന്നു? അപ്പോൾ എന്താണ് അതിന്റെ റൂട്ട് വേർഡ്? ബ്രോങ്ക് എന്നാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയൂ. ബ്രോങ്കോസ്കോപ്പി. ക്ലിയർ ആണല്ലോ? ബ്രോങ്കൈറ്റിസ് പറയാം. ഓക്കെ, ദെൻ അപ്പൊ 11ാമത്തെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ദെൻ 12 നോക്കിക്കോളൂ. ചീക്ക്. ബ്യൂക്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ചീക്കിന് ഏതാണ്? ബ്യൂക്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്യൂക്കൽ കാവിറ്റി എന്തായിരിക്കാം? ബ്യൂക്കൽ കാവിറ്റി ചീക്കിന് താഴെയായിട്ട് നമ്മുടെ വായ്ക്കകത്തുള്ള ഒരു എന്താണ്? കാവിറ്റി, അറയാണ് ബ്യൂക്കൽ കാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് 15th ഏതാണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാർസിൻ എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഏതായിരിക്കാം? കാർസിനോജൻ. കാർസിനോജൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസർ ഉണ്ടാകാനായിട്ട് കാരണമായേക്കാവുന്ന സബ്സ്റ്റാൻസസിനെയാണ് കാർസിനോജൻ എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആണ്? ആസ്ബറ്റോസ്. ഓക്കെ, അപ്പൊ കാർസിനോജൻ എന്താണ്? ക്യാൻസർ ഉണ്ടാക്കാവുന്ന സബ്സ്റ്റാൻസസ് ഇല്ലേ, അത്തരം സബ്സ്റ്റാൻസസിനെ കാർസിനോജൻ എന്നാണ് പറയുന്നത്. സോ ക്യാൻസർ എന്ന പദത്തിന് പകരം മെഡിക്കൽ ടേംസിൽ എന്താ അവർ യൂസ് ചെയ്യുന്നത്? കാർസിൻ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് 17 നോക്കിക്കോളൂ, 17ാമത്തേത് റിസ്റ്റ്. ഏത് റൂട്ട് വേർഡാ യൂസ് ചെയ്യുന്നത്? റിസ്റ്റ്. കാർപ്പസ്. എക്സാമ്പിൾ പറയാമോ? മെറ്റാകാർപ്പസ്. മെറ്റാകാർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്റ്റിനും ഫിംഗേഴ്സിനും ഇടയിലുള്ള ബോൺസുകൾ അറിയപ്പെടുന്നത് മെറ്റാകാർപ്പസ് എന്ന പേരിലാണ്. ഓക്കെ, കാർപ്പസ്. റിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് കാർപ്പസ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. Then 20. ഐലിഡ്. ഓക്കെ, ഐലിഡ് റൂട്ട് വേർഡ് ഏതാ? സിലി. സിലിയോപ്പതി. ഐലിഡിന് ഉണ്ടാകുന്ന ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ ആണ് സിലിയോപ്പതി എന്ന് പറയുന്നത്. ഓക്കെ, സിലി എക്സാമ്പിൾ ആണ് സിലിയോപ്പതി. ഇനി എൽബോ. ഏതാണ് റൂട്ട് വേർഡ്? എൽബോ. ക്യൂബിറ്റസ്. ക്യൂബിറ്റസ്. ഓക്കെ, ക്യൂബിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എൽബോന് എന്താണ്? മരവിപ്പൊക്കെ, കൈ മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയില്ല, ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ് ക്യൂബിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ചില റൂട്ട് വേർഡുകൾക്ക് എന്താണ്? തനിയെ ഒരു മീനിങ് ഉണ്ടായിരിക്കും, ചിലതിന്റെ കൂടെ പ്രിഫിക്സോ സഫിക്സോ ആഡ് ചെയ്യുമ്പോഴായിരിക്കും യഥാർത്ഥ മീനിങ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അതിലെ ഒരു എക്സാമ്പിൾ ആണ് ക്യൂബിറ്റസ്. അതിലെന്താണ്? ക്യൂബിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? കൈക്കുണ്ടാകുന്ന, കൈ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ മരവിപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ് ക്യൂബിറ്റസ് എന്ന് പറയുന്നത്. ദെൻ ഫിംഗർ ഓർ ടോസ്. എന്താണ്? കൈവിരലുകളെയും കാൽവിരലുകളെയും മെഡിക്കൽ ടേംസിലെ ഡിജിറ്റ് എന്ന പദം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡിജിറ്റ്. ക്ലിയർ ആണോ? കൈവിരലുകൾക്കും കാൽവിരലുകൾക്കും പകരം മെഡിക്കൽ ടേംസിൽ അവർ ഡിജിറ്റ് എന്ന പദമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും? ഇഞ്ചുറി ഉണ്ടെന്ന് എങ്ങനെ പറയും? ഡോക്ടേഴ്സ് ഫിംഗേഴ്സിൽ ഇഞ്ചുറി ഉണ്ടെന്നല്ല പറയുന്നത്, അതിന് പകരം എങ്ങനെ പറയും അവര്? ഹാൻഡിലെ എന്താണ്? ഡിജിറ്റില് ഇഞ്ചുറി ഉണ്ടെന്നായിരിക്കും പറയുന്നത് കേട്ടോ. അപ്പൊ ഹാൻഡ് ആണ്, അപ്പൊ ഫിംഗേഴ്സ് ആയിരിക്കും. അതേപോലെ ഫീറ്റ് ആണെങ്കിൽ ഏതായിരിക്കാം? ടോസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. Then 25th നോക്കിക്കോളൂ, സ്വെല്ലിംഗ്. എഡ്. ഓക്കെ, എഡ് എന്ന് പറയുന്ന EDE, എഡ് എന്ന് പറയുന്ന എന്താണ്? റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് എഡിമ. എന്താ എഡിമ? എഡിമ എന്ന് പറഞ്ഞ എന്തായിരിക്കാം? ടിഷ്യൂസില് ഫ്ലൂയിഡ്, എന്തോ ആ ടിഷ്യൂസില് ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് എന്താണ്? സെല്ലിംഗ് ഉണ്ടാകുന്നതിനെയാണ് എഡിമ എന്ന് പറയുന്നത്. Then 27 ഫീവർ. ഫെബ്ര. ഓക്കെ, ഫെബ്ര എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ഫീവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫെബ്രിഫ്യൂജ് എന്തായിരിക്കും? അപ്പോ ഫെബ്രിഫ്യൂജ്. ഫെബ്രിഫ്യൂജ് ഫീവർ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സബ്സ്റ്റാൻസസ്, മെഡിസിൻസിനെ എല്ലാം ഫെബ്രിഫ്യൂജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഫീവർ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്? സബ്സ്റ്റാൻസസ് എല്ലാം ഫെബ്രിഫ്യൂജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫെബ്ര, ഫീവർ എന്നാണ് മീനിങ്. ആൻഡ് 30 നോക്കിക്കോളൂ, 30ാമത്തെ നോക്കിക്കോളൂ, ബ്രേക്ക്. എന്താണ്? അത് കുറച്ച് ഫെമിലിയർ ആണ്. എന്താണ് റൂട്ട് വേർഡ്? എന്താ? ആൻഡ് എക്സാമ്പിൾ ഓൾസോ. ബ്രേക്ക്. ഫ്രാക്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താ? ഫ്രാക്ഷൻ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ 38. ഫ്രാക്ചർ. ഓക്കെ, 38 എന്താ? 38 മിൽക്ക്. ഓക്കെ, മിൽക്കിന് മെഡിക്കൽ ടേംസിൽ അവര് ലാക്ട് എന്ന് പറയുന്ന എന്താണ്? റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയൂ. ലാക്ടോജൻ. ലാക്ടോജൻ. Then 39 ടങ്. ടങ് എന്താ?
ടങ്കിന്റെ റൂട്ട് വേർഡ് എന്താ? ലിങ്ക്. ഓക്കെ, ലിങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ലിങ്കിഫോം. ടങ്കിന്റെ ഷേപ്പിലുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനായിട്ട് ലിങ്കിഫോം എന്ന് പറയുന്ന ഒരു വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടങ്കിനെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ലിങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ലിങ്കിഫോം. ലിങ്കിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ടങ്കിന്റെ ഷേപ്പിലുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം. ഓക്കെ, ആൻഡ് 41 റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഐ, കണ്ണുകളാ കൊടുത്തിരിക്കുന്നത്. ഐ, അതിന്റെ റൂട്ട് വേർഡ് എന്താ? ഐ ഒക്യുൽ. ഓക്കെ, ഒക്യുൽ എന്ന് OCUL, ഒക്യുൽ എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒക്യുലിസ്റ്റ് ആരായിരിക്കാം? അപ്പൊ ഒക്യുലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കാം? ഐയുടെ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അതൊരു ഓൾഡ് ടൈം ആണ്. പണ്ട് കാലത്ത് ഓൾഡ് എന്താണ് ഐ ഡോക്ടർ അല്ലെങ്കിൽ എന്താണ് ഒഫ്താൽമോളജിസ്റ്റിനെ പറഞ്ഞിരുന്നത് ഒക്യുലിസ്റ്റ് എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ 42 എഗ്, അതിന് പറയുന്ന റൂട്ട് വേർഡ് ആണ് OV. എക്സാമ്പിൾ പറയൂ. ഓവം. ഓവം എന്താണ്? റീപ്രൊഡക്റ്റീവ് സെൽ ആണ്, അല്ലെങ്കിൽ എഗ് ആണ് ഓവം എന്നറിയപ്പെടുന്നത്. ആൻഡ് 44 ചൈൽഡ്, കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ഫൂട്ടിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പീഡ് എന്ന് പറയുന്ന എന്താണ് ഒരു റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയൂ. കുട്ടികളെ കുറിച്ചാണെങ്കിൽ എന്ത് പറയാം? പീഡിയാട്രീഷ്യൻ. ഓക്കെ, പീഡിയാട്രീഷ്യൻ. കാലുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ? പെഡിക്യൂർ. ഓക്കെ, പെഡിക്യൂർ. Then 46 ലൈറ്റ്. ലൈറ്റിന് യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ഏതാ? ഫോട്ട്. എക്സാമ്പിൾ പറയൂ. ഫോട്ടോസിന്തസിസ്. ഓക്കെ, ആൻഡ് 50 സലൈവ. സലൈവയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ആണ് ടയാൽ എന്ന് പറയുന്നത്. ഓക്കെ, ടയൽ. ഓക്കെ, PTYAL, ടയൽ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് സലൈവയെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ടയലിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ ടയലിസം അമിതമായിട്ട് സലൈവ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ്, ഒരു ഹെൽത്ത് കണ്ടീഷനാണ് ടയലിസം എന്ന് പറയുന്നത്. ആൻഡ് 53 കിഡ്നി. എന്താണ്? റെൻ എന്ന് പറയുന്ന എന്താണ് റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചാപ്റ്ററിൽ. ഏതായിരുന്നു? റീനൽ. റെനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നി തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി റെറ്റിന 54. റെറ്റിന അറിയാലോ. അപ്പൊ റെറ്റിനൈറ്റിസ് എന്തായിരിക്കാം? റെറ്റിനയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് റെറ്റിനൈറ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ സൈനസ്. കേട്ടിട്ടില്ലേ? സൈനസൈറ്റിസ്, സൈനസ്. 61 സൈനസ്. അപ്പൊ സൈനസൈറ്റിസ് എന്തായിരിക്കാം? സൈനസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് സൈനസൈറ്റിസ്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല. 61 റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? 62 ബോഡിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ആണ് SOMA. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ എന്തായിരിക്കാം? സൊമാറ്റിക് സെൽസ്. ബോഡിയിലെ സെൽസിനെ പറയുന്നതാണ് സൊമാറ്റിക് സെൽസ്. 65 നമ്മൾ സാധാരണ ഹൈറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടേംസിൽ അതിന് പകരം യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ഏതാണ്? സ്റ്റേച്ചർ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 71 പോയിസണസ്. എന്താണ് പോയിസണസ്?
അതും Toxic. ടോക്സിക്. ഓക്കെ, ഇനി 72 ഹെയറിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസോർഡർ, ഡിസീസ്, ഓക്കെ, ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം എന്താണ്? ട്രൈക്ക്. ഓക്കെ, TRICH. അത്തരം സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ആണ് ട്രൈക്ക്. സോ ട്രൈക്കോളജി എന്തായിരിക്കാം? ട്രൈക്കോളജി OLOGY, അതൊരു സഫിക്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മീനിങ് എന്തായിരുന്നു? സോ ട്രൈക്കോളജി എന്തായിരിക്കും? ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഹെയർ ആണെന്ന് പഠിച്ചു. ഓക്കെ, OLOGY എന്താണെന്ന് നമ്മൾ പഠിച്ചത്? പാത്തോളജി. എന്താണ്? അപ്പൊ എന്തായിരിക്കും ട്രൈക്കോളജി? സയന്റിഫിക് സ്റ്റഡി ആണ്. ഇതിനെ ഓക്കെ ഹെയറിനെ കുറിച്ച്, ഹെയറിന്റെ കണ്ടീഷനെ കുറിച്ചുള്ള എന്താണ് ഒരു സയന്റിഫിക് സ്റ്റഡി ആണ് ട്രൈക്കോളജി എന്ന് പറയുന്നത്. ഒരു സയൻസ് ആണ്. ഓക്കെ, ദെൻ 73 യൂറിൻ, അല്ലെങ്കിൽ എന്താണ് UR എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. UR എക്സാമ്പിൾ പറയൂ. യൂറോളജി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റൂട്ട് വേർഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രിഫിക്സില് ഞാൻ പറയുന്നത് ചെയ്തോളൂട്ടോ. എന്തോ 11 മുതലേ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുകൂടി പറയൂ മാം, ഏതൊക്കെ നമ്പറാന്നുള്ളത്. പറയാം. 11 onwards, right? 11. അതെ മാം. 11, 15, 20, 22, 24, 25, 27, 30, 38, 39, 41, 42, 44, 46, 50, 53, 54, 54 കഴിഞ്ഞാൽ പിന്നെ ഏതായിരുന്നു? 61. ഓക്കെ, 61, 62, then 65 also, then 71, 72, and the last one 73. ഓക്കെ മാം. എന്തായാലും നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കണം എന്താണെന്ന്. ഈ ഒരു റൂട്ട് വേർഡ്, അതേപോലെ പ്രിഫിക്സ്, സഫിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നിരുന്നു. അതെന്താണ് അറിഞ്ഞിരിക്കണം. എന്തായാലും അതിന്റെ മീനിങ് ഒക്കെ ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ എന്താണ്? എക്സാമിന് ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വന്നിരിക്കും. നോട്ട് ചെയ്തോളൂ. തേർഡ് പ്രിഫിക്സിലെ മൂന്നാമത്തെ പ്രിഫിക്സ് ആയിട്ടുള്ള അബ്ഡമൻ, അത് മസ്റ്റ് ആയിട്ടും അതിൽ നിന്ന് എന്താണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 3 അബ്ഡമൻ. 9 വെസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സഫിക്സ് ആയിട്ടുള്ള പ്രിഫിക്സ് ആയിട്ടുള്ള ആൻജിയോ 9. and 13 arthro. Okay, 13, 21 cardio, 22 cephalo, 22, then 31 cyst, 32 site, 32, 34 dermat, and 48 glyco, 48, and 52 hem, and 53 hepat, 53,
Then 77. NAS, NAS, 77. And 79. Nephro. 84. Ophthalm. 84. And 90. OT. Okay, 90. 92. Path. 92. And 105. 105. 105. Psych. 106. 122. Term. THERM term. 122. And the last one 127. ഓക്കെ, ഒരു 20 പ്രിഫിക്സ് തന്നിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഒരു 20 പ്രിഫിക്സ് തന്നിട്ടുണ്ട്. ഇനി സഫിക്സ് നോക്കിക്കോളൂ. 9 മുന്നേ ഏതായിരുന്നു? ഓക്കെ, നോക്കട്ടെടാ. 3 അബ്ഡോമൻ 3. ഓക്കെ, നോട്ട് ചെയ്ത എല്ലാവരും. 20 പ്രിഫിക്സ് ഉണ്ട്. ഇനി സഫിക്സ് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ ആൽജിയ, number 1, and 6. Site, okay, 6. Then EMEA, 8. Then 12, itis, 12. Then 15. Ology, okay. And 20. 28. And the next one 32. Scope, 32. Okay, device for examination, scope. And 36. And last one 37. ഒരു 10 സഫിക്സ് ഉണ്ട്. അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, 10 സഫിക്സ്. ഇനി കോമൺ റൂട്ട് വേർഡ്സ് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ 37 ഉണ്ടോ? 637. And the root word. First one accio. Fifth one and 36 also 37. Okay, 36 ഉണ്ട് 37 ഉണ്ട്. Okay, അപ്പോൾ റൂട്ട് വേർഡിൽ ഫസ്റ്റ് വൺ ഉണ്ട്. ആൻഡ് ദി ഫിഫ്ത്ത് വൺ ആൻഡ് ANDR. നെക്സ്റ്റ് 7 അക്വ 7. 10 OD 10. 11 bronch 11. 24. 27 Febr. 27. And 30. 38. 30, 38. 39. 42. പറഞ്ഞുതരാം 42. അത് കഴിഞ്ഞിട്ട് ഏതാ? 44. Okay, 44. Then 46. Then 53. Then 72. 73. Okay, ഒരു 15 റൂട്ട് വേർഡ്സും തന്നിട്ടുണ്ട്. സോ ടോട്ടൽ 45 വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അതിൽ നിന്ന് എന്താണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഓക്കെ, 53 കഴിഞ്ഞ് പിന്നെ ഏതാടാ? 53 കഴിഞ്ഞ് ഒരു സെക്കൻഡ്
53 കഴിഞ്ഞ 72 ട്രൈക്ക്. ഓക്കെ, 72 ആൻഡ് 73. എല്ലാവരും നോട്ട് ചെയ്തോ? ഇനി ഫസ്റ്റത്തെ ഒന്ന് പറയോ? ആദ്യത്തെ ഉണ്ടോ? ഏതാണ്? റൂട്ട് വേർഡ് ആണോ? കോമൺ റൂട്ട് വേർഡ്സ് ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളൂ. കൂടി പറയാം. ഫസ്റ്റ് വൺ. ഓക്കെ, commute. Okay, first one aqua, and the fifth one and. 7 aqua, 10 od, 11 bronc, 24 digit, 27 febr, 30 fract, 38 lact, 39 link, 42 ov, 44 ped, ped, then 46 fort, then 53 and 72 73. 72 73. മിസ് ഒന്നുകൂടി പറഞ്ഞിരുന്നു. ഏതാണ്? റൂട്ട് വേർഡ് ആണോ? അതെ അതെ. ആദ്യത്തെ ഒന്നാമത്തെ ഉണ്ട്, പിന്നെ 5 7 10 11 24 then 27 27. പത്തില്ലല്ലോ, ഏതാടാ? 10 ഉണ്ടോ ഇതില്? 10 ഉണ്ട്. പറഞ്ഞില്ലേ ഞാനത്? നേട്ടവേ 11 then 24 11 24 27 30 38 39 42 44 46 53 then 72 and 72 73. അയ്യോടെ ഇനിയും പറയണോ? നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, നോട്ട് ചെയ്തോളൂ. സഫിക്സ് പറയണം. പറഞ്ഞുതരാം. എല്ലാം കിട്ടി, ഗ്രൂപ്പിലിടാം. ഓക്കെ ഗ്രൂപ്പിലിട്ടോളൂ. ദെൻ ഫസ്റ്റ് വൺ നോട്ട് ചെയ്തോളൂ. Which of the following root word means break? ഏതായിരിക്കാം? Which of the following root word means break? ഏതാണ്? ഫ്രാക്ട്. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടുള്ളത് എടുത്തെഴുതാം. ഇനി വിച്ച് റൂട്ട് വേർഡ് ഈസ് യൂസ് ടു, സെക്കൻഡ് വൺ, വിച്ച് റൂട്ട് വേർഡ് is used to refer to light. ഏതാ? Which root word is used to refer to light? Fort. Okay. And the third one, which of the following root words mean milk? Lact. Lact. Okay, which of the following root word means milk?
മാം ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് പറയുമോ? പറയാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് റൂട്ട് വേർഡ് മീൻസ് ബ്രേക്ക്? വിച്ച് ഓഫ് ദി ഫോളോവിങ് റൂട്ട് വേർഡ് മീൻസ് ബ്രേക്ക്? ഏതായിരുന്നു ആൻസർ? ഏതായിരുന്നു? Fract. Okay. Then fourth one. Which of the following root words? Which of the following root words is used to indicate? Which of the following root words is used to indicate child in medical terminology? Child in medical terminology. Which of the following root words is used to indicate child in medical terminology? ഏതാ? Okay, PED. Okay. And the last one. Which of the following root words? Which of the following root words refers to finger? Refers to finger. Which of the following root words refers to finger? ഡിജിറ്റ്. Digit. Okay. ഇനി ഏതൊക്കെയാ പറഞ്ഞു തരേണ്ടത്? സഫിക്സ് ഏതാ? ഓക്കെ, പി ടൈപ്പ് ഈ മോഡൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞതോ? ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? മഴ പെയ്ത് കേൾക്കുന്നുണ്ടായില്ല. Okay. Which of the following root words? Which of the following root words refers to finger? Refers to finger. ആൻസർ എന്തായിരുന്നു? ഡിജിറ്റ്. ഓക്കെ, ഡിജിറ്റ്. എക്സാമ്പിൾ ഒന്നും ചോദിക്കത്തില്ല മിസ് അല്ലേ? ഇല്ല, എക്സാമ്പിൾ അതിന് ഓർത്തെടുക്കാനായിട്ട് എളുപ്പത്തിൽ പറഞ്ഞു തന്നത് എക്സാമ്പിൾ. ഓക്കെ, ഇനി ഏതാ സഫിക്സ്? ആരാ ചോദിച്ചത്? ഏതാ അതിൽ പറയേണ്ടത് സഫിക്സ്? ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ മെഡിക്കൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബാച്ചിലാണോ ഡൗട്ട് ചോദിച്ചത്? ആണോ? നഴ്സിംഗ് ഡയറക്ടറിന്റെ അബ്സെൻസിൽ സൂപ്പർവൈസറിന് സൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. സൂപ്രണ്ടിന്. ഈ ക്ലാസ്സിലാണോ? അല്ല മിസ്. ഓക്കെ. അപ്പൊ എന്താണ് മെഡിക്കൽ നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ ആബ്സെൻസിൽ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നത് ആരാ? ഓക്കെ, അദ്ദേഹത്തിന് എന്താണ് ഹോസ്പിറ്റൽ പോളിസീസിൽ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ബാക്കി എല്ലാ ഡ്യൂട്ടീസും എന്താണ് നോക്കേണ്ടത്, ചെയ്യേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടിന് തന്നെയാണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? മെസ്സേജ് കണ്ടില്ല. മിസ് വെന്റിലേറ്ററിന്റെ മോക്ക് ടെസ്റ്റ് കുറച്ചേ ഇട്ടുള്ളൂ, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ തരുമോ? വെന്റിലേറ്ററിന്റെ ഫുൾ ഇട്ടിരുന്നില്ലേ? ഇല്ല, കുറച്ചേ ഇട്ടുള്ളായിരുന്നു. ആണോ? നോക്കട്ടെ, ഞാൻ ഇട്ടേക്കാട്ടോ അതില്. വെന്റിലേറ്ററിന്റെ അല്ലേ? അതെ. എവിടം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു? ഏത് ടോപ്പിക് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു? നോക്കിയിട്ടൊന്ന് പറയാമോ? ഓക്കെ. ഇത് കംപ്ലീറ്റ് ചെയ്തെന്നാണ് ഞാൻ ഓർക്കുന്നത്. എനിവേ നോക്കിയിട്ടൊന്ന് പറയൂ.
ഇനി പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പ്രിഫിക്സ് എല്ലാം നോട്ട് ചെയ്തില്ലേ? പ്രിഫിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിഫിക്സ് ഒരു 20 നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാം ബോണ്ട് ഡെൻസിറ്റി വരെ ഇട്ടിട്ടുള്ളൂ കേട്ടോ മോക്ക് ടെസ്റ്റ്. എന്തോ? മോക്ക് ടെസ്റ്റിനകത്തെ ബോണ്ട് ഡെൻസിറ്റി വരെ ഇട്ടിട്ടുള്ളൂ. ഒന്നുകൂടി ക്ലിയർ ആക്കാവോ? എനിക്ക് കിട്ടിയില്ല ടോപ്പിക് എന്താണ്? ബോണ്ട് ഡെൻസിറ്റി. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോടാ? Which of the following is not typically monitored in a patient on a ventilator? ബാക്കി ഇട്ടിട്ടില്ല, ഞാൻ ചെക്ക് അത്ര ചെയ്തിട്ട്. ഇട്ടിട്ടുള്ളൂ. 5 ക്വസ്റ്റ്യനെ മാം ഇട്ടിട്ടുള്ളൂ വെന്റിലേറ്റർ ചാപ്റ്ററിൽ. ആണോ? മാം ബാക്കി ഇട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ അയച്ചേക്കാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ദെൻ പ്രിഫിക്സ് ഏതൊക്കെയായിരുന്നു? അബ്ഡമൻ വരുന്നുണ്ട്, ആൻജിയോ, ആർത്രോ, ദെൻ കാർഡിയോ, സെഫാലോ, സിസ്റ്റ്, സൈറ്റ്, ദെൻ ഡെർമറ്റ്, ദെൻ ഗ്ലൈക്കോ, ഹെം, ഹെപ്പറ്റ്, നേസ്, NAS. നേസ് ഏതുമായി ബന്ധപ്പെട്ടതാ? നോസുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ പറയുന്നതിന് വേണ്ടിയാണ്. നമ്പേഴ്സ് പറയാമോന്നോ? ഓക്കെ, പ്രിഫിക്സിന്റെ ഫസ്റ്റ് 3, ദെൻ 9, ദെൻ 13, 21, 22, 31, 32. സൈറ്റ്, സൈറ്റ് എന്തുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ആണ്? സൈറ്റ് സെല്ലുമായി റിലേറ്റ് ആയി. സെല്ലുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, വെരി ഗുഡ്. ദെൻ 34, ഡെർമറ്റ്. എന്താണ് ഡെർമറ്റ്? സ്കിന്നുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷൻസ് പറയുന്നതിന് വേണ്ടിയാണ് ഡെർമറ്റ് എന്ന് പറയുന്ന പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ 48, 48, ഗ്ലൈക്കോ. എന്താണ് ഗ്ലൈക്കോ? ഷുഗർ. ഷുഗർ. ദെൻ 52, 52, ഹെം, റിലേറ്റിംഗ് ടു ബ്ലഡ്. ബ്ലഡ്. ഓക്കെ, ഹീമോഗ്ലോബിൻ ഓർത്ത് വയ്ക്കാം, പെട്ടെന്ന് കിട്ടും. ദെൻ ഹെപ്പറ്റ് 53, 53, ഹെപ്പറ്റ് റിലേറ്റിംഗ് എന്തായിരുന്നു? ലിവറുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ദെൻ 77, എന്താണ്? NAS, നാസോ. എന്താണ് നേസൽ എന്നൊക്കെ പറയാം. എന്താണ്? റിലേറ്റിംഗ് ടു നോസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 2 എണ്ണം വരുന്നുണ്ട് നോസുമായി ബന്ധപ്പെട്ടത്. ദെൻ 79, 79, നെഫ്രോ. എന്താണ്? കിഡ്നി. ഓക്കെ, കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ 84, 84, എന്താ? ഒഫ്താൾ. കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ OT, എന്താണ്? ചെവിയുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ആണ് OT എന്ന് പറയുന്നത്. ദെൻ പാത്ത് 92, 92, 92, പാത്ത്. എന്താണ്? ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പാത്ത്. എക്സാമ്പിൾ പറയാമോ? പത്തോളജി. ദെൻ 105, 105, സൈക്ക്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? മൈൻഡുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ദെൻ 106, 106, എന്താണ്? പാൾം. ഓക്കെ, റിലേറ്റിംഗ് ടു ലെങ്സുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ 122, ടേം. എന്തായിരിക്കാം ടേം? ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ടേം എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് 127, 127,
VAS എന്താണ്? Vessels. വെസലുമായി ബന്ധപ്പെട്ട സമയത്താണ് പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടത്. വാസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ദെൻ സഫിക്സ് നോക്കിക്കോളൂ. ആൽജിയ. ഓക്കെ, ഒന്നാമത്തേത് ആൽജിയ എന്തുമായി ബന്ധപ്പെട്ടതാ? Pain. പെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹെൽത്ത് കണ്ടീഷൻസ് പറയുന്ന ടൈമിലാണ് ആൽജി എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യേണ്ടത്. സോ ന്യൂറാൽജിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പെയിനിന്റെ Nerve pain. നേഴ്സിനുണ്ടാകുന്ന പെയിൻ ആണ്. ഓക്കെ. ദെൻ 6 സൈറ്റ് എന്താണ്? സെൽ Cells. ഓക്കെ. ആൻഡ് 8 എമിയ. ബ്ലഡ് Substance. ബ്ലഡിലെ സബ്സ്റ്റാൻസസ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അനീമിയ എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ 12 12 ഐറ്റിസ് 12 സെല്ലിങ്ങിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ 15 സയൻസ് ആണ്. ഓക്കെ. ഓളജി എക്സാമ്പിൾ എന്താ? പാത്തോളജി, പാത്തോളജി. ഓക്കെ. ദെൻ 20 20 എന്തായിരിക്കാം? ഒരു ട്രീറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ? എന്താണത്? ഹോമിയോപ്പതി, അലോപ്പതി ഒക്കെ പറയാം. 20. ദെൻ 28 28 റേജ് എന്താണ്? അതെന്താ കാണിക്കുന്നത്? റേജ് എന്ന് പറഞ്ഞാൽ എന്തിനാ സൂചിപ്പിക്കുന്നത്? Excessive flow of discharge. എന്തോ ക്ലിയർ ആയില്ല. Excessive flow of discharge. ഓക്കെ. ഡിസ്ചാർജിന്റെ എക്സസീവ് ഫ്ലോയിനെ കാണിക്കുന്ന സമയത്താണ് റേജ് എന്ന് പറയുന്നത്. ഹെമറേജ്. ഓക്കെ, പറയാം. ദെൻ 32 32 സ്കോപ്പ്. ഓക്കെ. എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ് എന്തായിരിക്കാം എക്സാമ്പിൾ? 32 മൈക്രോസ്കോപ്പ്. Stethoscope. ആൻഡ് 36 36 ആൻഡ് 37 യൂറിയ 37. ഇനി റൂട്ട് വേർഡ് പറയണോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ. ഇനി റൂട്ട് വേർഡ് പറയണോ? നോട്ട് ചെയ്തില്ല എല്ലാവരും? ചെയ്തിട്ടില്ല? ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ അക്വ. ഫസ്റ്റ് വൺ 1 5 ആൻഡ്. ഓക്കെ, 5. ദെൻ അക്വ 7 ദെൻ 10 11 24 27 30 38 39 42 44 46 53 ആൻഡ് 72 ആൻഡ് 73 72 73. ഇപ്പൊ കിട്ടിയില്ലേ? ഇനി പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രിഫിക്സ് എന്താ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാല് ഒരു വേർഡിന്റെ എവിടെ ചേർക്കുന്നതാണ്? എൻഡിലാണോ ബിഗിനിങ്ങിലാണോ? ബിഗിനിങ്ങിൽ ചേർക്കുന്ന വേർഡ്സുകളെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സഫിക്സ് എന്താണ്? എൻഡില് ആഡ് ചെയ്യുന്നത്. ഒരു വേർഡിന്റെ എൻഡിൽ ആഡ് ചെയ്യുന്ന പദങ്ങളെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. ദെൻ അബ്രീവിയേഷൻ എന്തായിരുന്നു? ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് വേർഡ്സുകളാണ് അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ എന്തായിരുന്നു? റൂട്ട് വേർഡ്. എന്താണ് റൂട്ട് വേർഡ്? മുഖ്യ ഭാഗത്തെയാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ദെൻ മെഡിക്കൽ ടെർമിനോളജി എന്തായിരുന്നു?
മെഡിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് മെഡിക്കൽ. ഹെൽത്ത് കെയർ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടേംസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനോളജി എന്നറിയപ്പെടുന്നത്. ഇനി ഈ വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഗ്രീക്ക് ആൻഡ് ലാറ്റിനിൽ നിന്നുമാണ് മെഡിക്കൽ ടേംസ് എന്ന് പറയുന്ന, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രിഫിക്സ് മീനിങ് എന്താണ്? ഐ മീൻ ഒരു പ്രിഫിക്സ് നമ്മൾ ആഡ് ചെയ്താൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലൊക്കേഷനും ലൊക്കേഷനെയും അതേപോലെ തന്നെ ഇന്റൻസിറ്റിയും തീവ്രതയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. ദെൻ സഫിക്സ് ആണെങ്കിലോ മെയിൻ ആയിട്ട് എന്തിനേക്കാണ്? കണ്ടീഷനും അസുഖത്തെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹെൽത്ത് കണ്ടീഷനെയും അതേപോലെ അസുഖത്തെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഫിക്സ് ആഡ് ചെയ്യുന്നത്. ദെൻ റൂട്ട് വേർഡ് ആണെങ്കിലോ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബോഡി പാർട്സിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബോഡി പാർട്സിനെ സൂചിപ്പിക്കാനായിട്ടാണ് റൂട്ട് വേർഡ്സ് ആഡ് ചെയ്യുന്നത്. ദെൻ പിന്നെ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? സഫിക്സിന്റെ സമയത്ത് ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആർത്രൈറ്റിസ്. ആർത്രോ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സിന്റെ കൂടെ ഐറ്റിസ് എന്ന് പറയുന്ന ഒരു സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്? പറയുന്ന ആർത്രോ എന്ന് പറയുന്ന ആ വേർഡിലെ ലാസ്റ്റ് ലെറ്ററിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, കളയേണ്ടതുണ്ട്. സോ ഓയിനെ കളഞ്ഞാൽ ബാക്കി വരുന്നത് ആർത്രൈറ്റിസ് എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? മെഡിക്കൽ ടെർമിനോളജി ഓക്കെ. ഇനി യൂറിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ഏതായിരിക്കും? യൂർ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ഹെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിലോ ഹെയറിന്റെ ഡിസീസ് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് കാണിക്കാനായിട്ട് ആ സമയത്ത് യൂസ് ചെയ്യേണ്ട റൂട്ട് വേർഡ് ഏതാണ്? ട്രൈക്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലോ സൊമ എന്ന് പറയുന്ന SOM എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതിന് എക്സാമ്പിൾ ആയിരുന്നു സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സൊമാറ്റിക് സെൽസ് എന്താണ്? ബോഡിയിലെ സെൽസിനെയാണ് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഇനി ഹൈറ്റ്, ചില വേർഡുകൾ പറഞ്ഞു, ചില വേർഡുകൾക്ക് എന്താണ് തനിയെ നിന്നാലും മീനിങ് ഉണ്ടായിരിക്കും. മറ്റു ചില റൂട്ട് വേർഡ്സുകളുടെ കൂടെ എന്താണ് പ്രിഫിക്സോ അല്ലെങ്കിൽ സഫിക്സോ ആഡ് ചെയ്യുമ്പോഴായിരിക്കും പൂർണ്ണമായിട്ടുള്ള മീനിങ് ലഭിക്കുന്നത്. അതേപോലെയുള്ള ഒരു വേർഡാണ് ഹൈറ്റ്. ഓക്കെ, ഹൈറ്റിന്റെ മീനിങ് എന്താ? ഐ മീൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടേംസിൽ അവർ ഏത് റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്? സ്റ്റേച്ചർ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ആണെങ്കിലോ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു അസുഖത്തെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ എന്താണ് ഒരു ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറയണം. ഓക്കെ, ആ സമയത്ത് യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ഏതായിരിക്കും? ഏതാണ്? കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് റൂട്ട് വേർഡ് ആണ് ചോദിക്കുന്നത്. റൂട്ട് വേർഡ് കേട്ടോ. ഒക്യുലിസ്റ്റ് എക്സാമ്പിൾ ആണ്. ദെൻ എഗ്ഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എക്സാമ്പിൾ ഏതാ ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തില്? ഓവം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ അല്ലെങ്കിൽ എഗ് ആണ് ഓവം എന്ന് പറയുന്നത്.
ദെൻ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കാലുമായി ബന്ധപ്പെട്ട ഫീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഏത് ടേമാണ് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രേഷൻ, അതേപോലെ പെഡിക്യൂർ ഒക്കെ പറയാം എക്സാമ്പിൾ ആയിട്ട്. ദെൻ സലൈവ, സലൈവ ഏതായിരുന്നു? ടയൽ. ഓക്കെ, ടയൽ, PTYAL, ടയൽ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. വിൻഡ് പൈപ്പ്, വിൻഡ് പൈപ്പിന് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ, എന്തെങ്കിലും അസുഖമുണ്ട്, ഡിസീസ് ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ഏതാണ്? വിൻഡ് പൈപ്പ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ഫിംഗർ ആണെങ്കിലോ ടോസ് ആണെങ്കിലോ? ഫിംഗർ ഓർ ടോസ്, ഡിജിറ്റ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ഡിജിറ്റ്. ദെൻ ഫീവർ ആണെങ്കിലോ? ഫീവർ, ഫെബർ എന്ന് പറയുന്ന എന്താണ് റൂട്ട് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ടർ, അത് നോട്ട് ചെയ്തോളൂ, വെരി വെരി ഇമ്പോർട്ടന്റ്. വാട്ടർ എന്താണ്? എക്സാമ്പിൾ എന്താ? വാട്ടർ. ദെൻ പിന്നെ ഏതായിരുന്നു? ഹിയർ എന്താണ്? അക്യോ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് എന്താണ് എക്സാമിന് വരുന്നത്. അപ്പോ ബാക്കി എല്ലാം എന്താണ് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. നേരത്തെ തന്ന ഒരു 45 നമ്പേഴ്സ് ഓഫ് എന്താണ് പ്രിഫിക്സ്, സഫിക്സ്, പിന്നെ അതായിരുന്നു റൂട്ട് വേർഡ്സ് ഉണ്ടായിരുന്നു. അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി എല്ലാവർക്കും എന്താണ് ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓക്കെ, ഇനി ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഞാൻ വെന്റിലേറ്ററിന്റെ